കോമൺ ആയിട്ട് ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു ടേം തന്നെയാണ് PCOD. ഞാൻ ഡോക്ടർ കാവ്യ. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PCOD അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന കണ്ടീഷൻ. റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള സ്ത്രീകളിലാണ് ഇത് കാണുന്നത്, അതായത് പ്രത്യുൽപാദന ശേഷിയുള്ള സ്ത്രീ. മെയിൻ ആയിട്ടും ഇതിൽ ആർത്തവ ചക്രത്തിലുള്ള ഇറഗുലാരിറ്റീസ് തന്നെയാണ് ഉണ്ടാവുന്നത്. നോർമലായിട്ട് 7 days ആണ് പീരീഡ്സിന്റെ ഫ്ലോ എങ്കിൽ 15 ദിവസത്തോളൊക്കെ നീണ്ടു നിൽക്കുന്ന പീരീഡ്സ് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ പീരീഡ്സ് കഴിയുകയും ഇതുപോലെ സ്പോട്ടിംഗ് ആയിട്ടാണ് പീരീഡ്സിൻ്റെ ബ്ലീഡിങ് വരുന്നതെങ്കിൽ കൂടെ നിങ്ങൾ PCOD ആയിരിക്കാം എന്ന് വേണം സസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല പുരുഷ ഹോർമോണായ ആൻഡ്രോജൻ്റെ അളവ് കൂടുന്നത് മൂലം മെയിൽ ചുണ്ടിൻ്റെ മുകളിലൊക്കെ രോമങ്ങൾ ഉണ്ടാവുക, ഹിർസ്യൂട്ടിസം എന്നൊക്കെ പറയും. മെയിൽ പാറ്റേൺ ഹെയർ ഗ്രോത്ത് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവും. ചില ആളുകളിൽ പീരീഡ്സ് ഒക്കെ റെഗുലർ ആണ് എങ്കിൽ കൂടെയും ബാക്കിയുള്ള സിംറ്റംസ് ചോദിച്ചറിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആൾ PCOD ഉണ്ട് എന്നുള്ളത്. കൂടെ മെയിൻ ആയിട്ടും USG എടുത്തു കഴിഞ്ഞാൽ ഒരു സ്കാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അണ്ടാശയങ്ങളിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ. അത് വെച്ച് തന്നെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നതാണ് PCOD ആണോ അതോ മറ്റെന്തെങ്കിലും അസുഖമാണോ എന്നുള്ളത്. പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ ഇല്ലാണ്ട് വളരെ മികച്ച ചികിത്സ ഹോമിയോപ്പതിയിലും ഇത്തരം രോഗങ്ങൾക്കുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.